എത്ര പഠിച്ചാലും പഠിപ്പ് തീരാൻ കഴിയാത്ത ഒന്നാണ് പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിന്റെ ചെറിയ ആയത്തുകൾ നമ്മുടെ കൊച്ചുമക്കളിലേക്ക് എത്തപ്പെടുമ്പോൾ ചെറുപ്രായത്തിൽ തന്നെ ഹിഫ്ളായവർ, ചെറുപ്രായത്തിൽ തന്നെ അവർ ഖുർആൻ ഗ്രഹിച്ചു വരുന്നവർ, എല്ലാ അന്തരീക്ഷത്തിലും അവർക്ക് അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ കഴിയും. ഖുർആൻ എല്ലാ സൈക്കോളജിക്കും ഖുർആനുണ്ട്. ഖുർആൻ പഠിക്കുന്നതിന്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് മാത്സ് ഖുർആനിലുണ്ട്. എല്ലാ സൈക്കോറുമായി ഒരു മനുഷ്യനെ എങ്ങനെ ഉയർത്തപ്പെടുന്നോ അതൊക്കെ ഖുർആനിലുണ്ട്. ഖുർആനിലുണ്ട് മനുഷ്യനെ കുറിച്ച് എങ്ങനെ പ്രതിപാദിക്കുന്നു, മനുഷ്യരോട് ഇടപഴകുന്നു, എല്ലാ അർത്ഥത്തിലും ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചെറുപ്രായത്തിൽ ഈ ഖുർആൻ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു സൽസ്വഭാവിയായി വളരുകയാണ്, ഒരു സ്വഭാവത്തിന്റെ ഉടമയായി വളരുകയാണ്. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടം എന്ന് പറയാൻ പാടില്ല. ഓരോ കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് മനുഷ്യരുടെ ചെയ്തി മാറുന്നത്. അങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ അതിനെ പറഞ്ഞത്. നിങ്ങൾ ഒരിക്കലും കാലഘട്ടത്തെ ആക്ഷേപിക്കരുത്. കാരണം ആലം ഖലഖക, എന്റെ സൃഷ്ടിയാണ് ആലം എന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് തങ്ങൾ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് കാലം എന്നുള്ളത്. കാലത്തെ നിങ്ങൾ ആക്ഷേപിക്കരുത്. പക്ഷേ കാലം എങ്ങനെ പോയാലും അതിൽ വരുന്ന മനുഷ്യർക്കാണ് പ്രശ്നം. അതുകൊണ്ട് ആ മനുഷ്യരെ തിരുത്തേണ്ട, എല്ലാ അർത്ഥത്തിലും വളർന്നു വരുന്ന തലമുറയെ തിരുത്തേണ്ട മെത്തേഡുകൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, 10 വർഷക്കാലം ഒരു കുഞ്ഞിനെ വളർത്തിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ ചെറുപ്രായത്തിൽ തന്റെ കയ്യിൽ ഒരു കുട്ടിയെ കിട്ടിയപ്പോ ആ കുട്ടിക്ക് ഏത് രൂപത്തിലെല്ലാം വിജ്ഞാനങ്ങൾ പകർന്നു കൊടുക്കണമെന്ന് പഠിപ്പിച്ചു തന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു സംവിധാനം എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും നമ്മുടെ മക്കൾ ഉയർന്നു വരാനുള്ള ഒന്നാണ്. നമ്മുടെ മക്കളെ മറ്റുള്ളവർക്കിടയിൽ വേർതിരിച്ച് കാണാൻ കഴിയുന്ന, വേർതിരിക്കുക എന്ന അർത്ഥത്തിൽ ഒരു സംസ്കാരമുള്ള, സ്നേഹമുള്ള, സാഹോദര്യമുള്ള മക്കളായി കാണാൻ ഇതൊരു ഉദകമാകുന്ന ഒന്നാണ്. ഇവിടെ നമുക്കറിയാം പല വിഷയങ്ങളിലും ഇന്ന് കേരളക്കര ചർച്ച ചെയ്യപ്പെടുന്ന ഒരവസ്ഥയാണ്. ഇന്ന് പല അർത്ഥത്തിലും, ഏതർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം വിദ്യാഭ്യാസ മന്ത്രി വരുന്നു എന്ന് പറയുമ്പോൾ പോലും അതിനെതിരെ മുസ്ലിമിനെ വർഗീയതയാക്കുന്ന ഒരവസ്ഥയാണ്. ഞാൻ ചോദിക്കട്ടെ, എത്രയോ കാലങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ മുസ്ലിം നാമധാരികൾ കൈകാര്യം ചെയ്തിട്ടില്ലേ? ഈ രാജ്യത്തിന്റെ ഉത്തിംഗ സോപാനത്തിൽ മുസ്ലിം ഭരണാധികാരികളായിട്ടില്ലേ? എല്ലാവരും ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ മാത്രം മുസ്ലിമീങ്ങളായി കഴിഞ്ഞാൽ എല്ലാം പ്രശ്നമാണ്. മുസ്ലിമീങ്ങൾക്കൊന്നും പാടില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു കൊച്ചു ഇന്ത്യ അല്ലെങ്കിൽ കൊച്ചു കേരളം, ഇതൊക്കെ ഈ ലോകമെമ്പാടും പ്രത്യാധികമായി എടുക്കപ്പെടുന്ന കുറെ വിഷയങ്ങളുണ്ട്. ഇവിടുത്തെ സ്നേഹവും ഇവിടുത്തെ സാഹോദര്യവും. നിങ്ങൾക്കറിയോ, മമ്പുറം സയ്യിദ് അലവി, മമ്പുറം തങ്ങളുപ്പാപ്പ, ഈ മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ അടുത്ത് ഇപ്പോ ദുൽഹിജ്ജ 1 അന്ന് അവിടെ തൊട്ടടുത്ത കേന്തുനായർ എന്ന് പറയുന്ന മമ്പുറം തങ്ങൾക്ക് ഹാദ്യമായിരുന്ന അരിയൊക്കെ മേടിച്ചു കൊടുത്തിരുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബപരമായിട്ടൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന്റെ തുടക്കം കുറിക്കുക എവിടെയാണെന്നറിയോ? മമ്പുറം മക്കാമിൽ വെച്ചാണ്. ആ മമ്പുറം മക്ക അതൊരു സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ, പൈതൃകത്തിന്റെ ഒരു മനോദ്ധാത്തമായ പ്രത്യശാസ്ത്രമാണത്. നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. എന്നിട്ട് അവിടുന്ന് ഉത്സവത്തിന്റെ തുടക്കം കുറിക്കുന്നത് മമ്പുറം തങ്ങളുടെ മക്ബറയിൽ നിന്ന് മന്ത്രിച്ചു കൊണ്ടുപോകുന്ന ഒരു നൂൽപട്ടാണ് അവിടെ കൊണ്ടുപോയി ആദ്യമായി കൊണ്ടുപോകുന്നത്. എന്നിട്ടോ ഒരു പറ നെല്ലുണ്ട്. നെല്ല് നമ്മളെ നാട്ടുകളിലൊക്കെ കാണാം. പറനെല്ല് എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ മാള ഭാഗത്തൊക്കെ കാണാം അല്ലേ? പറനെല്ല്. ആ പറനെല്ല് അത് അവിടെ ഒരു പറയിൽ വെച്ച് അത് എടുത്തു കൊണ്ടുപോയിട്ടാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ 6 ദിവസം മുമ്പ് നമ്മളെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നതാണ്. ഇത് കാലങ്ങളോളായി. കോന്തുനായർ ആരാ? കോന്തുനായരും മമ്പുറം തങ്ങളുടെ ഖാദിമായിരുന്നു, അവിടുത്തെ സേവകരായിരുന്നു. ഒരു ദിവസം നല്ല
നെല്ല് കുത്തിയ അരി, ആ അരിയില് ഒരാൾ നേർച്ചയാക്കി കൊണ്ടുവന്നു. പക്ഷെ അന്ന് ഏറ്റവും മുന്തിയ അരിയൊക്കെയാണ് അന്നത്തെ നേതാക്കന്മാർക്ക്, പണ്ഡിതന്മാർക്ക് ഒക്കെ കൊടുക്കുക ആളുകൾ. അങ്ങനെ കൊണ്ടുപോയപ്പോ അതിലേറ്റവും നല്ല അരി കൊടുത്തു കോന്തുനായർക്ക്. ഈ അരി നിങ്ങൾക്കുള്ളതാണ്. അങ്ങനെ അദ്ദേഹം പറയാണ്, ഏറ്റവും നല്ല അരി വരുമ്പോൾ അതെല്ലാം എടുത്തിട്ട് മമ്പറം തങ്ങൾ എന്ത് ചെയ്യും? ഈ കോന്തുനായർ കുടുംബക്ക് കൊടുക്കും. ഞാനിത് വെറുതെ പറയല്ല, ആ ചരിത്രം എടുത്ത് വായിച്ചു നോക്കിയാൽ അതിനേക്കാളൊക്കെ പുറമെ ദൃസാക്ഷികളായി അത് കണ്ടവരിൽ നിന്ന് നമ്മൾ എഴുതി വെച്ചതാണ്. അത്രയും ദുഷ്ടമായ ജീവിതമായിരുന്നവർ. ഞാനിത് പറയുന്നത് ഇത്രയൊക്കെ സ്നേഹത്തോടെ സാഹോദര്യത്തോടു കൂടെ കഴിഞ്ഞ ഈ രാജ്യത്തിന്റെ എല്ലാ കെട്ടുറപ്പിനെയും ഇന്ന് പരസ്യമായി പലരും പറയുകയാണ്. ഈ കെട്ടുറപ്പിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒരിക്കലും തന്നെ ബുദ്ധിയുള്ള മനുഷ്യർക്ക് ഒരിക്കലും ഈ രാജ്യത്തിന്റെയോ ഈ നാടിന്റെയോ പൈതൃകത്തെ തകർക്കാൻ കഴിയില്ല. കാരണം ഇതിനെടുക്കപ്പെട്ടവർ ഒരുപാട് പണിയെടുത്തിട്ട് തന്നെയാണ്, ഒരുപാട് അധ്വാനിച്ചിട്ട് തന്നെയാണ് അവരെടുക്കപ്പെട്ടിട്ടുള്ളത്, അവർ ജീവിച്ചിട്ടുള്ളത്. എത്രയോ അർത്ഥത്തിൽ അങ്ങനെ കാണാൻ കഴിയും. ഞാൻ ഈ പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവർ, ഇത് സ്വാഭാവികമായിട്ട് ഞാൻ വന്നതാണ്. തന്റെ മതക്കാരോടും മറ്റു മതക്കാരോടും ഏത് രൂപത്തിൽ പെരുമാറണമെന്ന് ഓരോ പ്രത്യശാസ്ത്രവും പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ, ഏറ്റവും കൂടുതൽ ഇന്ന് പഠിപ്പിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥാലയം അല്ലെങ്കിൽ ഒരു സ്കൂൾ എന്ന് പറഞ്ഞാൽ, മറ്റു സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനങ്ങൾ മാത്രമാണ്. കാരണം ആ സ്ഥാപനങ്ങളിൽ വളർന്നു വരുന്നവർക്ക് ഒരിക്കലും ഒരു വർഗീയ ചിന്ത ഇട്ട് കൊടുക്കുന്നില്ല. അവിടെ സ്നേഹത്തോടെ കാരുണ്യത്തോടെ വർത്തിക്കാൻ വേണ്ടിയുള്ള സംസാരങ്ങളാണ്, പ്രവർത്തനങ്ങളാണ്, ചരിത്രങ്ങളാണ്, ഹിസ്റ്ററികളാണ്. ഏതെടുത്തു നോക്കിയാലും ഇപ്പൊ അൽബിറില് അതിന്റെ സ്കൂളിലെ പാഠപുസ്തകത്തിൽ ഇംഗ്ലീഷിൽ ഒരു ചെറിയൊരു ചരിത്രം പറയുന്നുണ്ട്. എന്താണ് ഒരു ചരിത്രം? ഒരു ചരിത്രമൊന്നുമല്ല. ആ ചരിത്രത്തിൽ ഒരു സിംഹക്കുട്ടിയുടെ ചരിത്രമാണ്. ഒരു സിംഹം ഒരു മാനിനെ വേട്ടയാടാൻ വേണ്ടി പോയി. അപ്പൊ സൂത്രശാലിയായ ഒരു മാന് പറഞ്ഞു സിംഹത്തിനോട്, സിംഹമേ, ഇംഗ്ലീഷിലുള്ളതാണ്, സിംഹമേ, നിന്നേക്കാൾ വലിയൊരാള് കാട്ടിൽ വന്നിട്ടുണ്ട്, നിന്നേക്കാൾ വലിയൊരാള് കാട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടോ? അഹങ്കാരിയായ സിംഹം അങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി പോവുക. ഈ മാൻ പേട കൂടെ കൊണ്ടുവന്ന് ഒരു കിണറിന്റെ അടുത്ത് കൊണ്ടുപോയി ആ കിണറ്റിലേക്ക് നോക്കാൻ വേണ്ടി പറയുന്നു. പെട്ടെന്ന് തന്നെ പോലെ രൂപത്തിലുള്ള ഒരാൾ അവിടേക്ക് കാണുമ്പോ ആ സിംഹം എന്ത് ചെയ്യാണ്? അതിലേക്ക് ചാടുകയാണ്. ഇവിടെ ആ മാൻ, പിടിക്കപ്പെട്ട മാൻ രക്ഷപ്പെടുകയാണ്. എന്നിട്ട് അതിന്റെ ഹെഡിങ്ങിൽ കൊടുക്കുകയാണ്. സംഭവം ഇവിടെ ഇത് ചെയ്തത്, ഈ മാൻ ചെയ്തത് ചതിയാണെങ്കിലും ഇവിടെ ഒരു രക്ഷപ്പെടുത്തലുണ്ട്. മറ്റൊരു മാനെ തന്റെ സ്നേഹത്തോടു കൂടെ ചേർത്ത് പിടിച്ച് രക്ഷപ്പെടുത്തലുണ്ട്. ഇവിടെ നാം ചിന്തിക്കേണ്ടത് വല്ലാത്തൊരർത്ഥമാണ്. എല്ലാ അർത്ഥത്തിലും. ഈ അടുത്ത് വയനാട് ചുരത്തിന്റെ മുകളിൽ ഒരു കുരങ്ങ് ആക്സിഡന്റ് ആയപ്പോ ആ കുരങ്ങിന്റെ ചുറ്റുഭാഗം നിന്നുകൊണ്ട് മറ്റുള്ള കുരങ്ങുകൾ വന്ന് അതിനെ എടുത്തുകൊണ്ടുപോവുകയാണ്. ഇപ്പുറത്ത് തന്നെ മറ്റൊരു മനുഷ്യൻ ആക്സിഡന്റ് ആയി കിടക്കുകയാണ്. ഒരു ടൂർ പോയൊരു സംഘം ആക്സിഡന്റ് ആയി കിടക്കുകയാണ്. കുറെ ആളുകൾ അവരെ എടുക്കുന്നു, കുറെ ആളുകൾ അവരുടെ ആഭരണങ്ങൾ മോഷ്ടിക്കുന്നു, കുറെ ആളുകൾ അത് നോക്കിയിടുന്ന സെൽഫി എടുക്കുന്നു. എന്നിട്ട് പറയാണ്, ഇവരെന്തോ ഒരു ഭാഗ്യവാൻ, ഇവരെന്തോ ഒരാൾക്കാരാണ്, ഈ കുരങ്ങുകൾക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, കാരുണ്യം എന്നുള്ളത് മനുഷ്യരിൽ നിന്ന് വറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. കാരുണ്യമുണ്ട്, സ്വാന്തനമുണ്ട്, അതൊക്കെ ചില ആളുകളിൽ ഒതുങ്ങിക്കിരിക്കുക. എന്നാൽ മുൻകാലങ്ങളിൽ അങ്ങനെയല്ല.